പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ വലിയ നോമ്പ് ആരംഭിച്ചിട്ട് ഇന്ന് 40 ദിവസങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്ന് 40-ാം ദിവസമാണ്. മാർച്ച് 27-ാം തീയതി വെള്ളിയാഴ്ച. ഇത് 40-ാം വെള്ളി എന്ന പേരിൽ സഭയിൽ പ്രത്യേകമായ പ്രാധാന്യത്തോടെ അനുസ്മരിക്കപ്പെടുന്ന ദിവസവുമാണ്. അതിൻ്റെ ആന്തരിക അർത്ഥം ഇതാണ്: ഈശോയുടെ ഉപവാസം 40 ദിവസങ്ങളായിരുന്നു എന്ന് നമുക്കറിയാം. നമ്മുടെയും നോമ്പ് യഥാർത്ഥത്തിൽ 40 ദിവസങ്ങളാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. നോമ്പ് ആരംഭിച്ചിട്ട് 40-ാം ദിവസം എന്ന അർത്ഥത്തിലാണ് ഇന്ന് നമ്മൾ 40-ാം വെള്ളി എന്ന രീതിയിൽ ഈ ദിവസത്തെ ആചരിക്കുന്നത്. 40 ദിവസം ഇന്ന് പൂർത്തിയാകുന്ന ദിവസം. ആദിമ സഭയിൽ ആദ്യ 40 ദിവസങ്ങൾ ഈശോയുടെ ഉപവാസ ദിനങ്ങളെ അനുസ്മരിച്ചും പിന്നീട് ഉള്ള 10 ദിവസങ്ങൾ ഈശോയുടെ കഷ്ടാനുഭവങ്ങളെ അനുസ്മരിച്ചും വിശ്വാസികൾ നോമ്പ് എടുത്തിരുന്നു. പിന്നീട് സഭയിൽ ആ 40-ഉം 10-ഉം ഒരുമിച്ച് ചേർത്ത് 50 ദിവസം നോമ്പെടുക്കുക എന്ന ഒരു പാരമ്പര്യത്തിലേക്ക് വരികയായിരുന്നു. പാപത്തിൽ മരിച്ച മനുഷ്യനെ ഉയർപ്പിക്കാനായി ഈശോ, ക്രിസ്തു എന്ന ആ ദൈവപുത്രൻ കുരിശിൽ മരിച്ച് മനുഷ്യനെ പാപത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഇത് സൂചിപ്പിക്കാൻ വേണ്ടി മനുഷ്യനായ ലാസറിനെ കുഴിമാടത്തിൽ നിന്ന് ഉയർപ്പിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ ഈ 40-ാം വെള്ളിയിൽ വായിച്ച് ധ്യാനിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 32 മുതൽ 44 വരെയുള്ള വാക്യങ്ങൾ. ഈ അഴുകിത്തുടങ്ങിയ ലാസറിനെ ഈശോ ഉയർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ദൈവം ഇതുപോലെ പ്രവർത്തിക്കുന്നതിന് 2 ഘടകങ്ങൾ, 2 പ്രധാന കാരണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് ഈ സുവിശേഷ ഭാഗം, ഈശോയുടെ ഈ ഇടപെടൽ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതിന് ദൈവത്തിന് നമ്മോട് സ്നേഹം ഉണ്ടായിരിക്കണം. ഈ ലാസറിനെയും ലാസറിൻ്റെ സഹോദരിമാരായ മർത്തായെയും മറിയത്തെയും അവരുടെ കുടുംബത്തെ ഈശോ സ്നേഹിച്ചിരുന്ന കുടുംബം എന്നാണ് പറയുന്നത്. ഈശോയ്ക്ക് ലാസറിനോട് സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈശോ അവരുടെ കാര്യത്തിൽ ഇടപെട്ടു. ലാസറിനെ മരണശേഷം ഉയർപ്പിക്കുന്നു. അപ്പോൾ അത് ചിലർക്ക് മാത്രമായി ഈശോ കൊടുക്കുന്ന സ്നേഹമാണോ? അല്ല. ഒരു കാര്യം ചെയ്താൽ അത് ചെയ്യുന്ന എല്ലാവരെയും ഈശോ സ്നേഹിക്കും. എന്താണ് ചെയ്യേണ്ടത്? അതാണ് രണ്ടാമത്തെ കാര്യം. ഈ സ്നേഹം ദൈവത്തിന് നമ്മോട് ഉണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യമേ ദൈവത്തിൽ ആഴമുള്ള വിശ്വാസം ഉണ്ടാവണം. ഈശോയിൽ വിശ്വസിക്കുന്ന എല്ലാവരെയും ഈശോ സ്നേഹിക്കും. ഈശോ അവർക്ക് വേണ്ടി എന്ത് കാര്യങ്ങളും ചെയ്യുമെന്നാണ് ഈ ലാസറിൻ്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാകുന്നത്. ലാസറിനെ ഉയർപ്പിക്കുവാൻ തുടങ്ങുന്ന സന്ദർഭത്തിൽ ഈശോ ലാസറിൻ്റെ സഹോദരിയായ മർത്തായോട് ചോദിക്കുന്നുണ്ട്, നീ ഇത് വിശ്വസിക്കുന്നുവോ? ലോകത്തിലേക്ക് വരാനിരുന്ന ദൈവപുത്രനായ ക്രിസ്തുവാണ് താനെന്ന് നീ വിശ്വസിക്കുന്നുവോ? വിശ്വാസത്തെ സംബന്ധിച്ച ഒരു ചോദ്യം മർത്തായോട് ചോദിക്കുന്നു. മർത്ത പറയുന്നു, കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം, അവർക്ക് ഈശോയോടുണ്ടായിരുന്ന വിശ്വാസം ഈശോ തൻ്റെ സ്നേഹമായി അവരോട് പ്രകടിപ്പിച്ചു. അത് ഇവരുടെ ഈ വലിയ വിഷമത്തിൻ്റെ നേരത്തിൽ ലാസറിനെ ഉയർപ്പിച്ച് ഈശോ ആ സ്നേഹം തെളിയിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് അസ്വാഭാവികമായ, അതിസ്വാഭാവികമായ അത്ഭുതങ്ങൾ അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് നമ്മൾ കാണുന്നത്. അഴുകിത്തുടങ്ങിയ മനുഷ്യൻ, ഒരു 4-ാം ദിവസമാണ് അഴുകിത്തുടങ്ങിക്കാണുമെന്ന് മർത്ത തന്നെ പറയുന്നു. അപ്രകാരം അഴുകിത്തുടങ്ങാൻ ആരംഭിച്ച ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനെ പോലെ ജീവനുള്ളവനായി പുറത്തു വരുന്നു. സ്നേഹമുള്ളവരെ, ദൈവത്തിന് നമ്മളോട് സ്നേഹം ഉണ്ടായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ ആദ്യത്തെ ഭാഗം നമ്മുടെ ഭാഗത്ത് നിന്നാണ് ചെയ്യേണ്ടത്. അത് ദൈവത്തെ ആഴത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. പ്രതിസന്ധി ഘട്ടങ്ങളിലും പതറാതെ ഈശോയെ വിടാതെ സ്നേഹിക്കുന്നവർക്ക് ഈശോ അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് ഈശോ ഈ സന്ദർഭത്തിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതൊരു കാര്യം കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് ചിന്തിക്കുന്നു. ഈ കഴിഞ്ഞ 40 ദിവസം കൊണ്ട് നമ്മിലെ പഴയ മനുഷ്യനെ, പഴയ ലാസറിനെ നമ്മളും ഖബറടക്കി. ഇപ്പോൾ ഈ 40 ദിവസം കഴിഞ്ഞ് ഈ നോമ്പ് പൂർത്തിയാകുമ്പോൾ ലാസറിൻ്റെ കുഴിമാടത്തിൽ വന്നു നിന്ന് അവൻ്റെ പേര് വിളിച്ച്, അവനെ സ്നേഹിച്ച്, അവനെ അറിഞ്ഞ്, അവനെ പേര് വിളിച്ച് ലാസറെ പുറത്തു വരൂ എന്ന് പറഞ്ഞു വരുമ്പോൾ പുതിയ ജീവനോടെ ഒരു മനുഷ്യൻ പുറത്തു വരുന്നു. ഈ 40 ദിവസത്തെ നോമ്പാചരണം നമ്മളിലൊരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കാനുള്ള അവസരമാണ് തിരുസഭ നമുക്ക് നൽകുന്നത്. പൗലോസ്ലീഹ പറയുന്നു, യേശുക്രിസ്തുവിലായിരിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാണ്. ഈ 40 ദിവസങ്ങൾ കൊണ്ട്, ഈ നോമ്പിൻ്റെ കാലം കൊണ്ട്
ഈശോയിൽ ഒരു പുതിയ സൃഷ്ടിയായി മാറാൻ ഈ ദിവസങ്ങളിലെ എല്ലാം തിരുവചന ചിന്തകൾ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം ഈശോയിൽ നമ്മളെ നവീകരിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്രകാരം നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായി, പുതിയ ഒരു ലാസറായി, നമ്മുടെ പഴയ ജീവിതത്തിൻ്റെ ജീവിതത്തെ കല്ലറകളിൽ ഉപേക്ഷിച്ച് പുതിയൊരു മനുഷ്യനായി നമുക്ക് ഈ ലാസറിനെ പോലെ പുറത്തു വരാൻ സാധിക്കുന്നുണ്ടോ എന്ന് ആത്മശോധന ചെയ്യാം. ഞാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യാം. എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയുള്ള 10 ദിവസങ്ങൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഈശോയുടെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പുതിയ സൃഷ്ടികളായി നമുക്കും പ്രവേശിക്കാം. ഈ 40-ാം വെള്ളിയുടെ അനുഗ്രഹങ്ങളും നന്മകളും ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.